So today we are learning the new homeopathic remedy Gelsemium sempervirens. Common name yellow jasmine എന്ന് പറയും അല്ലെങ്കിൽ നമ്മുടെ ഈവനിങ് ട്രംഫെറ്റ് ആണ്. ഫാമിലി Longanaceae family and the mother tincture is prepared from the bark of the root. And the alkaloid ഏതാണ് Gelsemium ആണ്. And the Gelsemium is a polychronic remedy. It's a very important short note ആണ്. Okay. So first of all we have to before that who is a prover? E.M. Hale ആണ് ഇതിൻ്റെ prover എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഹോമിയോപ്പത്തിക് റെമഡീസ് ആർ ഹാനമാൻ ആണ് വിചാരിക്കില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പ്രൂവ് ചെയ്തേക്കുന്നുണ്ട്. ആൻഡ് അതിലൊരെണ്ണമാണ് ജെൽസീമിയം. അതുപോലെ ജെൽസീമിയത്തിൻ്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ സ്പിയർ ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ ഹാവിങ് മസിൽസിൽ ആക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലൊക്കെ ഇതിനകത്ത് മെയിൻ ആക്ഷൻസ് ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് മസ്കുലർ കോർഡിനേഷൻസും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്താണ് ഉള്ളൊരു റെമഡിയാണ് ജെൽസീമിയം. So first of all we have to learn the characteristic features. What are those? What are the characteristic features of Gelsemium? All the complaints of Gelsemium having an insidious onset. Well, that means very slow onset ആയിരിക്കും. പിന്നെ നമ്മൾ 3Ds നമ്മൾ ഇത് പഠിക്കാനുണ്ട്. 3Ds they are dullness, dizziness and drowsiness. ജെൽസീമിയത്തിന് മെയിനായിട്ട് 3T ഉണ്ട്, 3D ഉണ്ട്. T ഏതൊക്കെയാണ്? 3D ഏതൊക്കെയാണെന്ന് പറയാം. ഡൾനെസ്, ഡിസിനെസ് ആൻഡ് ഡ്രൗസിനെസ്. ആൻഡ് 3T ഏതൊക്കെയാണ്? 3Ts ആർ ട്വിച്ചിങ്, ട്രമർ ആൻഡ് ട്രംബ്ലിങ്. ഓക്കെ, so all the complaints of Gelsemium having an insidious onset, dullness, dizziness and drowsiness, and the prominent action on evidence motor nerves producing weakness, trembling, twitching of muscles or single parts like face, ankles, tongue, and finally എന്തായിരിക്കും paralysis-ലാണ് അവർക്ക് end ചെയ്യുന്നത്. Okay, finally they end in paralysis. And also thirstless remedy ആണ്. ആൻഡ് ഹാവിങ് പെയിൻ എങ്ങനെയായിരിക്കും? ഏക്കിങ്, സോർ, ലെയിം, ബ്രൂയിസ്ഡ് പെയിൻ ആയിരിക്കും മസിൽസ്. ആൻഡ് മസിൽസ് വേറൊരു കാര്യമുണ്ട്, ദാറ്റ് ദേ ലാക്ക് മസ്കുലർ കോർഡിനേഷൻ, ദാറ്റ് ഈസ് മസ്കുലർ ഇൻകോർഡിനേഷൻ ആണ് അവിടെ. ആൻഡ് മസിൽസ് റെഫ്യൂസ് ടു ഒബേ ദ വിൽ. ഓൾ ദ കംപ്ലൈൻറ്റ്സ് ആർ അഗ്രവേറ്റഡ് ഫ്രം ഡാംപ്, വെറ്റ് വെതർ, കോൾഡ്, thunderstorm, smoking, and but it is relieved by എങ്ങനെയാണ്? പ്രൊഫ്യൂസ് യൂറിനേഷൻ ആണ്. കംപ്ലൈൻറ്റ്സ് റിലീവ്ഡ് ഫ്രം പ്രൊഫ്യൂസ് യൂറിനേഷൻ. വെരി പെക്യൂലിയർ ആയിട്ടൊരു കാര്യമാണിത്. ആൻഡ് ഇത് എങ്ങനെയാണ്? ചില്ലി പേഷ്യൻ്റ് ആണോ? ചില്ലിയാണോ? അല്ല, ഇറ്റ്സ് എ ഹാർട്ട് പേഷ്യൻ്റ്. ഓക്കെ, ജെൽസീമിയം ഇസ് എ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് എ റൈറ്റ് സൈഡഡ് റെമഡി. ആൻഡ് കംപ്ലൈൻറ്റ്സ് ഫ്രം ഫിയർ, ബാഡ് നോസ്, ഇമോഷൻസ്, ടൊബാക്കോ സ്മോക്കിംഗ് ഒക്കെ നമുക്ക് കംപ്ലൈൻറ്റ്സിന് കാരണം കറ്റാർ ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ പ്രൊഡ്യൂസിങ് acrid watery discharge. ഓക്കെ, acrid watery discharge. ജെൽസീമിയത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിക്കാം, ഫീവർ ചോദിക്കാം, പാരാലിസിസിനെ പറ്റി ചോദിക്കാം, ഹെഡ് ഏക്ക് ചോദിക്കാം. ജെൽസീമിയം ഹെഡ് ഏക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്ലീപ്പ് ചോദിക്കാം. ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, മസ്കുലർ ഇൻകോർഡിനേഷൻ, CNS ആക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജെൽസീമിയം. ഓക്കെ, നമുക്കാദ്യം മൈൻഡിലോട്ട് വരാം. മൈൻഡ് പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെയായിരിക്കും? ഭയങ്കര എക്സൈറ്റബിൾ ആണ്, ഇറിറ്റബിൾ ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ആൻഡ് ദറ്റ് ഈസ് ടു ക്വൈറ്റ് ഓർ ടു ബി സിറ്റ് അലോൺ, ഡസ് നോട്ട് വിഷ് ടു സ്പീക്ക് ഓർ ഹാവ് നിയർ എനി വൺ. ഓക്കെ, അടുത്ത ആരും അങ്ങനെ വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു പേഷ്യൻ്റാണ്. അതുപോലെ ദേ ലാക്ക് കപ്പാസിറ്റി ടു തിങ്ക് ഓഫ് ഫിക്സ് ദെയർ അറ്റൻഷൻ ആൻഡ് ദേ ഹാവ് എ ഗ്രേറ്റ് ഫിയർ ഓഫ് ഡെത്ത്, അട്ടർ ലാക്ക് ഓഫ് കറേജ്. അതുപോലെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആൻറ്റിസിപ്പേഷൻ ആണ്. ഗിവൻ ഫോർ ആൻറ്റിസിപ്പേഷൻ ആണ് ഈ റെമഡി കൊടുക്കുന്നത്. ആൻറ്റിസിപ്പേഷൻ ഓഫ് എനി അൺയൂഷ്വൽ ഓഡിയൽസ്, ദാറ്റ് ഈസ് ആൻറ്റിസിപ്പേഷൻ വൈൽ പ്രിപ്പയറിംഗ് ഫോർ ചർച്ച്, തിയേറ്റർ ഓർ ടു മീറ്റ് ഓർ ആൻ എൻഗേജ്മെൻറ്റ് ബ്രിങ്സ് ഓൺ ഡയറിയ. ആൻഡ് ദ ഡയറി എങ്ങനെയായിരിക്കും? പെയിൻലെസ് ഡയറിയാസ് ആയിരിക്കും. ഓക്കെ, ഇതാണല്ലോ ചർച്ച്, പ്രിപ്പയറിംഗ് ഫോർ ചർച്ച്, തിയേറ്റർ ഓർ ടു മീറ്റ് ആൻ എൻഗേജ്മെൻറ്റ് ആയിരിക്കും. പെയിൻലെസ് ഡയറി അവർക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ ആൻഡ് ദേ ആർ ഹാവിങ് സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ഗ്രേറ്റ് നെർവസ് ആണ്. ഡ്രെഡ് ഓഫ് അപ്പിയറിംഗ് ഇൻ പബ്ലിക്, സ്റ്റേജ് ഫ്രൈറ്റ് ഉണ്ട്. നെർവസ് ടു അപ്പിയർ ഇൻ എക്സാമിനേഷൻ ഈവൻ ദോ ദേ സ്റ്റഡീഡ് വെൽ. ഓക്കെ, ഈവൻ ദോ ദേ പ്രിപ്പയർഡ് വെരി വെൽ ഫോർ ദ എക്സാമിനേഷൻ, ദേ ആർ ഹാവിങ് എ സോർട്ട് ഓഫ് സം ഫിയർ. ഓക്കെ, അതുപോലെ ഗ്രേറ്റ് ഡിപ്രഷൻ ഫ്രം ഹീറ്റ് ഓഫ് സൺ ഓർ സമ്മർ, ഫിയർ ഓഫ് ഫോളിങ്, ദേ ആർ ഹാവിങ് ഫിയർ ഓഫ് ഡൗൺവേർഡ് മോഷൻ ഉണ്ട്. എസ്പെഷ്യലി ചിൽഡ്രൻസ് ആണ്. ചിൽഡ്രൻ ചോദിക്കുകയാണെങ്കിൽ and the fear of downward motion. So when the child being laid down in the cot, child start and grabs the nurse or mother and screams because out of fear of falling. Okay, അതല്ലേ നമ്മൾ പറയുവാണെങ്കിൽ ലൈക്ക് നാട്രമൂർ ടു ലൈക്ക് ജെൽസീമിയം കുറച്ചൊരു ഹിസ്റ്റീരിക്കൽ ആയിട്ടുള്ളൊരു ആൾ തന്നെയാണ്. ഇനി നമുക്ക്
ഹെഡേക്കിലോട്ട് വരാം. ഹെഡേക്കിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്? ഇൻഡിക്കേറ്റർ ഫോർ കൺജസ്റ്റീവ് ഹെഡേക്കാണ്, സൺ ഹെഡേക്ക്, ഒസിപ്പിറ്റൽ ഹെഡേക്ക് പറയാം. 3 കാര്യമാണ്. കൺജസ്റ്റീവാണ്, സൺ ഹെഡേക്കാണ്, ഒസിപ്പിറ്റൽ ഹെഡേക്കാണ്. അതുപോലെ 3 കാര്യം നേരത്തെ പറഞ്ഞ ഡൾനെസ്, ഡിസിനെസ്, ഡ്രൗസിനെസ് അതിവിടെ ആഡ് ചെയ്യാം. ഓക്കെ. ദെൻ ഹെഡേക്ക് പ്രിസീഡഡ് ബൈ എന്തായിരിക്കും? ബ്ലൈൻഡ്നെസ് ആണ്. ലൈക്ക് നാട്രമൂറിനും ഉണ്ട് ഹെഡേക്ക് ഇസ് പ്രിസീഡഡ് ബൈ ബ്ലൈൻഡ്നെസ്, അത് ജെൽസീമിയത്തിനുണ്ട്. ഇനി പിന്നെ അതിനകത്ത് പറയുകയാണെങ്കിൽ ഒരു പൾസേറ്റിംഗ് ഹാമറിങ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആയിരിക്കും. ദെൻ ഹെഡേക്കിൻ്റെ അഗ്രവേഷൻ എങ്ങനെയായിരിക്കും? ഫ്രം മെൻ്റൽ എക്സേർഷനിൽ നിന്ന് വരാം, സ്മോക്കിംഗ്, ഹീറ്റ് ഓഫ് സൺ, ലൈങ് വിത്ത് ഹെഡ് ലോ, അമുലറേറ്റഡ് ബൈ പ്രൊഫ്യൂസ് യൂറിനേഷൻ ആണ് ഇവർക്ക് അമുലറേഷൻ വരുന്നത്. അതുപോലെ തന്നെ ദേ ആർ ഹാവിങ് ഗിവൺ ഫോർ മെനിഞ്ചൈറ്റിസിന് കൊടുക്കുന്നുണ്ട്, സെറിബ്രോസ്പൈനൽ മെനിഞ്ചൈറ്റിസ്, ഇൻവോളണ്ടറി ക്ലോസിങ് ഓഫ് ഐസ്, ഇത് നാഷ് ട്രൈ ഓഫ് ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സിൽ വരുന്ന ഒരു റെമഡിയാണ് ജെൽസീമിയ. സോ ഇൻവോളണ്ടറി ക്ലോസിങ് ഓഫ് ഐസ് ഉണ്ടാക്കാം, വീക്ക് ആൻഡ് ഹാർഡ്ലി പെർസെപ്റ്റബിൾ പൾസ് ആണ്. ഓക്കെ. പിന്നെ ദേ ആർ ഹാവിങ് വയലൻറ്റ് ഹെഡ് ഏക്ക് വിത്ത് ഗ്രേറ്റ് എക്സോഷൻ, അൺഏബിൾ ടു സ്റ്റാൻഡ് അപ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഐസി കോൾഡ്നെസ് ഓഫ് ഹാൻഡ്സ് ഒക്കെയാണ്. ഐ കംപ്ലയിൻസ് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം ഐസ്, ഐലിഡ്സിനൊക്കെ, ഡിപ്ലോപ്പിയ, ഹിസ്റ്ററിക്ക, മൈലോപ്പിയ, ഡിം വിഷൻ ആയിരിക്കാം, വിഷന് കുറച്ച് സ്മോക്കി അല്ലെങ്കിൽ ബ്ലേർഡ് വിഷൻ ആയിരിക്കും. ഈവൻ ദോ ലൈക്ക് എന്താണ് കറക്റ്റ് ദ ബ്ലറിങ് ആൻഡ് ഡിസ്കംഫേർട്ട് ഇൻ ഐസ് ഈവൻ ആഫ്റ്റർ അക്യുറേറ്റ്ലി അഡ്ജസ്റ്റഡ് ഗ്ലാസസ്. ഡ്രൂപ്പിംഗ് ഓഫ് ഐലിഡ്സിന് കൊടുക്കാം, നാഷ്ട്രായോ ആണ് അതിൽ വരുന്ന, ബിക്കോസ് ദേ ആർ അൺഏബിൾ ടു ഹോൾഡ് ദ ഐലിഡ്സ്, ലൈക്ക് ഓപ്പൺ ആയിട്ട് വയ്ക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, ബിക്കോസ് ദേ സഡൻലി ഫോൾസ് ഓവർ ദ ഐസ്. ഐലിഡ്സ് ഭയങ്കര ഹെവി ആയിരിക്കും, ഇറ്റ്സ് വെരി ഹാർഡ്ലി ടു ഓപ്പൺ ദം, ഗിവൺ ഫോർ ഹാബിച്വൽ ന്യൂറാൾജിയ, ഇതിനൊക്കെ നമ്മൾ കൊടുക്കും. ഇനി നമുക്ക് ജെൽസീമിയൻ ത്രോട്ടിലോട്ട് വരുവാണെങ്കിൽ ഇറ്റ്സ് ഗിവൺ ഫോർ ടോൺസിലൈറ്റിസ്, സോർ ത്രോട്ടിന് കൊടുക്കാം, വിത്ത് റെഡ് ആൻഡ് എൻലാർജ്ഡ് ടോൺസിൽസ് ആണ്. ആൻഡ് ദ പെയിൻ ഈസ് റേഡിയേറ്റിംഗ് ടു ഇയർ ഓൺ സ്വാലോയിങ്. വൈൽ സ്വാലോയിങ് എങ്ങനെയായിരിക്കും? ത്രോട്ടിലുള്ള പെയിൻ ഇയറിലോട്ട് റേഡിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ടോൺസിലൈറ്റിസ് സോ ത്രോട്ട് വിത്ത് പാരാലിറ്റിക് വീക്ക്നെസ് ആണ്, അതായത് ഡെഗ്ലൂട്ടേഷൻ്റെ ഉള്ള മസിൽസൊക്കെ പാരാലിസിസ് ആവും, പാരാലിസിസ് ഓഫ് മസിൽസ് ഓഫ് ഡെഗ്ലൂട്ടേഷൻ. സോ അങ്ങനെ വീക്ക്നെസ് ആവാം. സോ അൺഏബിൾ ടു ഫുഡും ഡ്രിങ്കൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും അവർക്ക്, അങ്ങനെയുള്ള കാര്യം. പിന്നെ മൗത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ 3 T's നമുക്ക് ആഡ് ചെയ്യാം, അതായത് ടങ്ങിൻ്റെ കേസ് വരുമ്പോൾ ട്രംബ്ലിംഗ് ഉണ്ടാകും, ട്വിച്ചിങ് ഉണ്ടാകും, ട്രമർ ഉണ്ടാകും. നംനെസ് ഓഫ് ടങ് ഈസ് സോ തിക്ക് ദാറ്റ് ദ പേഷ്യൻറ്റ് കുഡ് ഹാർഡ്ലി സ്പീക്ക്, ആൻഡ് ദ ടങ് തിക്ക് യെല്ലോ കോട്ടഡ് ആണ്, വിത്ത് നംനെസ്, ട്രംബ്ലിംഗ്, ട്വിച്ചിങ് ആൻഡ് പാരാലിസിസ് ഓഫ് മസിൽസ്. അതായത് ടങ് ഇസ് എ മസ്കുലാർ ഓർഗൻ ആണ്. സോ നമുക്ക് ആ കാര്യമൊക്കെ അവിടെ പറയാം. ദെൻ സ്റ്റൊമക്ക് അങ്ങനെ ജെൽസീമിയത്തിന് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല, തേഴ്സ്ലെസ് ആണെന്ന് പറയാം. അതുപോലെ എംറ്റിനെസ് ആയിരിക്കും, വീക്ക്നെസ് ഉണ്ടാവാം സ്റ്റൊമക്കിന്, കാരണം മസിൽസൊക്കെ ഭയങ്കര ഒരു പാരാലിറ്റിക് മസിൽസ് ആണല്ലോ. അതുപോലെ ഒരു സ്റ്റൂളിൻ്റെ പ്രത്യേകത പെയിൻലെസ് സ്റ്റൂളായിരിക്കും, ഇൻവോളണ്ടറി, ക്രീം കളർഡ് അല്ലെങ്കിൽ ടീ ഗ്രീൻ സ്റ്റൂളാണ് ഇവരുടെ സ്റ്റൂള് വരുന്നത്. എങ്ങനെയാണ്? ടീ ഗ്രീൻ സ്റ്റൂളായിരിക്കും. യൂറിനറിയിലും അമുലറേഷൻ, യൂറിനേഷൻ വഴിയാണ് ഇവർക്ക് അമുലറേഷൻ വരുന്നത്. പാരാലിസിസ് ഓഫ് ബ്ലാഡേഴ്സ്, അതൊക്കെ നമുക്ക് പറയാം. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ അതിൽ പറയാൻ പറ്റുന്ന ഹാർട്ട് ബീറ്റ്. ഓക്കെ, ഹാർട്ടിൻ്റെ കാര്യത്തിൽ ഫീബിൾ ആൻഡ് ഇറഗുലർ ബീറ്റിംഗ് ഓഫ് ഹാർട്ടാണ് ഇവർക്ക്. സെൻസേഷൻ ആസ് ഇഫ് ദ ഹാർട്ട് വിൽ സ്റ്റോപ്പ് ബീറ്റിംഗ് ഇഫ് ഹി ഡസൻറ്റ് മൂവ്, അതായത് fears that unless he moves the heart will cease beating. Okay, and ഇത് കാണിക്കുന്ന ഓപ്പോസിറ്റ് റെമഡിയാണ് ഡിജിറ്റാലസ്. നെക്സ്റ്റ് ഓപ്പോസിറ്റ് ടു ദിസ്. ഓക്കെ, fears that unless he is for Gelsemium, fear that unless he moves the heart will cease beating, that is the sensation as if the heart will stop beating if he doesn't move. പൾസ് എങ്ങനെയായിരിക്കും? സോഫ്റ്റ് ആൻഡ് ഇറഗുലർ ആയിരിക്കും. ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജെൽസീമിയം ഫീവർ. ഫീവർ പറയുകയാണ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റെമഡി ഫോർ ഇൻഫ്ലുവൻസ ആൻഡ് ഫ്ലൂ. നെവർ വെൽ സിൻസ് ഫ്ലൂ ഗിവൻ ഫോർ പ്രൊഫൈലാക്റ്റിക് അഗെയിൻസ്റ്റ് ഫ്ലൂ ആൻഡ് ഫീവർ വിത്ത് ഗ്രേറ്റ് ചിൽ വിത്തൗട്ട് തേഴ്സ്റ്റ് ആൻഡ് ചിൽ എസ്പെഷ്യലി അലോങ് ദി സ്പൈൻ ആയിരിക്കും. ചിൽ റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ, റാപ്പിഡ് വേവ് ലൈക്ക് സെഷൻ ഫ്രം സേക്രം ടു സിപ്പുട്ട്. അതുപോലെ തന്നെ ഹീറ്റ് സ്റ്റേജ് വിത്ത് മസ്കുലാർ സോർനെസ്, വിത്ത് പ്രോസ്ട്രേഷൻ ആൻഡ് ഹെഡ് ഏക്ക്,
മസ്കുലാർ ഇൻകോർഡിനേഷൻസ് ആണ്, മസിൽസ് റിഫ്യൂസ് ടു ഒബേ ദ വിൽ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഡൾനെസ്, ഡിസിനെസ്, ഡ്രൗസിനെസ് ഉണ്ടാവാം. പ്രോമിനൻ്റ് ആക്ഷൻ അപ്പോൺ മോട്ടോർനെസ്, പ്രൊഡ്യൂസിങ് വീക്ക്നെസ്, ദെൻ ട്വിച്ചിങ്, ട്രംബ്ലിങ്, ട്രെമർ ഓഫ് മസിൽസ്, ഇതെല്ലാം നമുക്ക് ഫീവറിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹോട്ട്, ഡ്രൈ, ഇച്ചി, മീസൽസ് ലൈക്ക് ഇറപ്ഷൻസ് ആയിരിക്കും. ഫോർ സ്കാർലറ്റ് ഫീവറിനൊക്കെ നമ്മളിത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് സ്ലീപ്പിൽ ഇൻസോംനിയ ആണ്. ദാറ്റ് ഇസ് ഇൻസോംനിയ മീൻസ് എന്താ, സ്ലീപ്ലെസ്നെസ് ആണ് ഫ്രം എക്സോഷൻ ഓർ ഫ്രം അൺകൺട്രോൾഡ് തിങ്കിങ് ഓർ ഫ്രം ടൊബാക്കോ. ഡെലൂരിയം ആയിരിക്കും ഓൺ ഫോളിങ് asleep. ഓക്കെ, delirium on falling asleep. And modalities എന്തൊക്കെയാണ്, വേഴ്സ് ഫ്രം or aggravated from damp weather, fog, before thunderstorm, emotion, excitement or bad news, tobacco or smoking, thinking of his complaints, എല്ലാം aggravation ആണ്. ameliorated by bending forward, profuse micturition, open air and continuous motion ആണ്. ഓക്കെ, and these Gelsemium also indicated for persons who take cigarettes or after effects of tobacco ഉള്ളവർക്ക് നമ്മളിത് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ദീസ് ആർ സം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ജെൽസീമിയം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പെക്യൂലിയർ ആയിട്ട് തന്നെ അമിലറേഷൻ, യൂറിനേഷൻ, പ്രൊഫ്യൂസ് യൂറിനേഷൻ അവർക്ക് അമിലറേഷൻ ആയിരിക്കും. ഡാമ്പ്, വെറ്റ് വെതർ, തണ്ടർ സ്റ്റോം, എക്സൈറ്റ്മെൻറ്റ് ഇവർക്കൊക്കെ അഗ്രവേഷൻ ആയിരിക്കും. പിന്നെ ഫീവർ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മസ്കുലാർ ഇൻകോർഡിനേഷൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. Okay, so that's all about Gelsemium family Loganaceae. Common name yellow jasmine. Okay, so that's all. Thank you.